ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. ഫോറക്സ് സീരീസിന്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ റൂൾസ്, ദെൻ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ റീച്ച് ചെയ്യണം. ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റി എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വേർഡിൽ പറയാൻ വേണ്ടി പറ്റും. ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഞാൻ പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് വഴി ചിലപ്പം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ്, ട്രേഡിംഗ് കരിയർ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്? കാരണം ഒരു ട്രേഡറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ട്രേഡറിൻ്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആവശ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്കറിയാം ക്യാപിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രേഡിങ്ങിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട കാര്യമാണ് സ്കിൽ. ട്രേഡിങ് സ്കില്ല് നമുക്ക് ആവശ്യമായിട്ട് വേണം. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉള്ള ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, പിന്നെ ടെക്നിക്കൽ സ്കിൽ, ടെക്നിക്കൽ അനാലിസിസ് ഡെഫിനറ്റ്ലി അല്ലെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ പ്രോഫിറ്റ് റൈഡ് ചെയ്യണം, ഗ്രീഡ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ട് ആണെങ്കിൽ, നമ്മുടെ സ്വന്തം ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ നമ്മളാണ് ബോസ്. റൂൾസ് സെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. പലപ്പോഴും നമ്മുടെ റൂൾസ് നമ്മൾ തന്നെ ഫോളോ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ, ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകാറുണ്ട്. പക്ഷേ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ കേസ് പറയുന്ന സമയത്ത് അവരാണ് ബോസ്, റൂൾസ് സെറ്റ് ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂൾസ് ഫോളോ ചെയ്തേ പറ്റൂ. സോ നമുക്കിവിടെ എന്താണ്, നമ്മുടെ അക്കൗണ്ട് വേറൊരാൾ കൂടി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഡിസിപ്ലിൻ, ഈ പറയുന്ന സ്കില്ലുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മേ ബി നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് തന്നെ മാറ്റാനുള്ള കഴിവ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഞാൻ നെറ്റിലൊക്കെ നോക്കി അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടഡ് ഫേംസ് പേര് പറയാം. ഒന്ന് ഫണ്ടിങ് പിപ്സ്, റൈറ്റ്. ദെൻ നമുക്ക് 5% എന്ന് പറയും. പിന്നെ നമുക്ക് ഫണ്ടർ പ്രോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇതൊരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഞാൻ ഇവിടെ എന്താണ് കമ്മീഷൻ ഏജൻ്റ് ഒന്നും അല്ല. റൈറ്റ്, ഒരുപാട് ഫണ്ടഡ് ഫേംസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ 3 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് റൂൾസും കാര്യങ്ങളും, എത്ര എമൗണ്ട് ആകും, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫണ്ടിങ് പിപ്സിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, ഇവിടെ പല ടൈപ്സ് ഓഫ് ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. ഒന്ന് ഇവിടെ സീറോ, അവിടെ പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നുമില്ല. പിന്നെ ഒന്ന് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ്. അപ്പോൾ സീറോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആസ് പെർ ബിഗിനർ ലെവൽ. ആൻഡ് പിന്നെയുള്ളത് 1 സ്റ്റെപ്പാണ്, അവിടെ ഇവാലുവേഷൻ സ്റ്റേജ് 1 സ്റ്റെപ്പ് ആയിരിക്കും. 2 സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം 1 സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 1 സ്റ്റെപ്പിൽ 5K അക്കൗണ്ട്, $5,000 അക്കൗണ്ടിന് ഏകദേശം $59, നിയർലി ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 5,000 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 10% പ്രോഫിറ്റ് ഫസ്റ്റ് സ്റ്റേബിൾ അച്ചീവ് ചെയ്യണം. ആൻഡ് മാക്സിമം ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം 6%, ആൻഡ് മാക്സിമം ഡെയിലി ലോസ് 3%. അപ്പോൾ ഈ ഒരു ലോസിൻ്റെ മുകളിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും, പിന്നെ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഡെയിലി ഡ്രോ ഡൗൺ ഇവിടെ കാണാൻ വേണ്ടി 3%. പിന്നെ ഇതിൽ മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് 3 ഡേയ്സ്, അതായത് നിങ്ങൾ 3 ഡേയ്സിൻ്റെ മുകളിലായിരിക്കണം നിങ്ങൾ 10% ആക്റ്റീവ് ചെയ്യേണ്ടത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് 10% ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പാസ്സാവാൻ വേണ്ടി പറ്റില്ല. ലിവറേജ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് പാസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു മാസ്റ്റർ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ അവിടെ നിന്ന് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് 2 സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ 2 സ്റ്റെപ്പ് തന്നെ പർച്ചേസ് ചെയ്യാനാണ്. റൈറ്റ്, ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സ്റ്റുഡൻറ്റ് ഫേസ്, നിങ്ങൾക്ക് അവിടെ 8% ടാർഗറ്റ്, ആൻഡ് മാക്സിമം ലോസ് 10% വരെ ഉണ്ട്. സോ ബിഗിനിങ് സ്റ്റേജിൽ അതാണ് ഏറ്റവും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഡെയിലി ലോസ് 3%. റൈറ്റ്, ആ 3%-ൻ്റെ മുകളിൽ ഒരു ദിവസം ലോസ് വരുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ മാക്സിമം ട്രേഡിംഗ് ഡേയ്സ് 3 ഡേയ്സ്, 3 ഡേയ്സിൻ്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് അച്ചീവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 5% ആണ് നിങ്ങളുടെ ടാർഗറ്റ്, ബാക്കിയുള്ളതൊക്കെ സിമിലർ. ഈ സ്റ്റെപ്പ് കൂടി പാസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളുടേതാണ്. അവിടെയും മാക്സിമം ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു $36 അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വളരെ ചെറിയ മണിയിൽ 4,000 താഴെ ആ ഒരു എമൗണ്ട് വരും. ഓക്കെ, ആൻഡ് ഡിഫറെൻറ്റ് സൈസ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. 10,000 അക്കൗണ്ട് ഉണ്ട്, 25,000 അക്കൗണ്ട് ഉണ്ട്. റൈറ്റ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും വളരെ ചെറിയ അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ, പാസ് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരും.
നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താണ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചെറിയ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സൈസ് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ആണ്. ഇവിടെ 5% ഡീറ്റെയിൽസും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സെയിം ഓൾമോസ്റ്റ് ഒരു $39 ആണ് വരുന്നത് 5K അക്കൗണ്ടിന്. റൈറ്റ്. സോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സെയിം ഓൾമോസ്റ്റ് സിമിലർ ടു ഫണ്ടിങ് ടിപ്സിൻ്റെ അതേ റൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. റൈറ്റ്. കാരണം ഇതൊരു ഗ്രേ ഏരിയ ആണ്. അപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇനി നിങ്ങൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഫണ്ടിങ് ടിപ്സിൻ്റെ ഡാഷ്ബോർഡ്. റൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. റൈറ്റ്. ദെൻ 8% ടാർഗറ്റ്, അക്കൗണ്ട് സൈസ് $5,000. പിന്നെ മെറ്റാ ട്രേഡർ 5 തന്നെ ചൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും. പിന്നെ നമുക്കിവിടെ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഹലോ എന്ന് കൊടുക്കുവാണെങ്കിൽ ഇവിടെ അവർ പറയുന്നതാണ് 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഏകദേശം $28 നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്രിപ്റ്റോ കറൻസി ത്രൂ നമുക്ക് ചെയ്യാം. ക്രിപ്റ്റോ കറൻസി കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഈസി ആയിട്ട്. പിന്നെയുള്ളത് നമുക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഓക്കെയാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ചില ഫേംസുകൾ UPI പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ഡേഞ്ചറാണ്. ഒരിക്കലും UPI പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം UPI പേയ്മെൻറ്റ് ത്രൂ ഏതെങ്കിലും തേർഡ് പാർട്ടി വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു റെഡ് ഫ്ലാഗ് വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും മോണിറ്റർ ചെയ്യും. അപ്പോൾ ഒരിക്കലും UPI പേയ്മെൻറ്റ് യാതൊരു ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോറിനിലോട്ട് വരുന്ന സമയത്ത് ഒരിക്കലും UPI ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബിൽ അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് കിട്ടും. റൈറ്റ്. നിങ്ങൾ പർച്ചേസ് സമയത്ത് ഒരു ഇൻവോയ്സ് കിട്ടും. അത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കാൻ. റൈറ്റ്. മേ ബി ടാക്സ് ഫയലൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യമാണ്. അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻവോയ്സ് ഒന്നും സൂക്ഷിച്ച് വെച്ചിരിക്കാൻ, UPI പേയ്മെൻറ്റ് ചെയ്യാതിരിക്കും. അതെല്ലാ ഫണ്ടഡ് ഫേംസ് അത് സപ്പോർട്ട് ചെയ്യാറില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടഡ് ഫേംസ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ. ഇനി നമുക്ക് മെയിനായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ $5,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫണ്ടിങ് ടിപ്സിലാണ് പർച്ചേസ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം പ്രോഫിറ്റ് ടാർഗറ്റും മാക്സിമം ലോസ് ഇവിടെയുണ്ട്. പ്രോഫിറ്റ് ടാർഗറ്റ് ഏകദേശം 8% ആണ്. 8% മീൻസ് നമുക്ക് ഏകദേശം ഒരു $400 നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പാസ്സാവും. അതായത് ഏകദേശം 8%. ആൻഡ് ഇതിൻ്റെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $500, അതായത് 10% വരെ നമുക്ക് മാക്സിമം ലോസ് നമുക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ദിവസം ഉണ്ടായിരിക്കണം. അതായത് ഒറ്റ ദിവസം കൊണ്ട് $400 എടുത്തിട്ട് കാര്യമില്ല. അത് കൺസിഡർ ചെയ്യില്ല അവർ. മിനിമം 3 ഡേയ്സ് ഉണ്ടായിരിക്കണം. 3 ഡേയ്സ് കൊണ്ടായിരിക്കണം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി റിസ്ക് മാനേജിനെ പറ്റി പറയുവാണെങ്കിൽ പല ആൾക്കാർക്കും പ്രോഫിറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരിക്കലും നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യരുത്. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സ്കില്ലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് നോക്കും. അപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 1% റൂള് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. 1% റൂൾ മീൻസ് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% മാത്രം പെർ ഡേ ട്രേഡ് റിസ്ക് എടുക്കാം. അതായത് 5,000-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ $50 പെർ ഡേ. ഇത് മാത്രം ഒരു ദിവസം റിസ്ക് എടുക്കാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഞാനിത് മസ്റ്റായിട്ട് പറയും, നിങ്ങളിത് ഫോളോ ചെയ്തിരിക്കണം. ഇത് ഫോളോ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് റിപ്പീറ്റ്ലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ അറ്റാച്ച് ആവും. അതായത് നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കും ഇതിൽ കൂടുതൽ റിസ്ക് കൊടുക്കുകയാണെങ്കിൽ ഡേഞ്ചർ ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ പെർ ഡേ മാക്സിമം $50. അല്ലെങ്കിൽ നിങ്ങളിപ്പം മൾട്ടിപ്പിൾ ട്രേഡ്സ് 1, 2, 3 ട്രേഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. $50 ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് ഒരു ട്രേഡിൽ $15 അല്ലെങ്കിൽ $20 റിസ്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഒരു ദിവസം മാക്സിമം എൻ്റെ നഷ്ടം വരുവാണെങ്കിൽ $50 എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് മുൻപോട്ട് പോവുക. അത് ആദ്യമൊക്കെ കുറച്ച് ടഫായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് കിട്ടണമെന്ന രീതിയിൽ നമ്മൾ ഹൈ റിസ്ക് ഒക്കെ എടുക്കും. കാരണം ഇവിടെ ലിവറേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആ ഒരു പൊസിഷൻ സൈസിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കറക്റ്റായിട്ട് പൊസിഷൻ സൈസിങ് ഒക്കെ മാനേജ് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന പ്രോ ഫേം നിങ്ങളുടെ ബാക്കപ്പ് ചെയ്യും.
നിങ്ങളൊരു നല്ലൊരു ട്രേഡറാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ ബാക്കപ്പ് ചെയ്യും. ബാക്കപ്പ് ചെയ്യുന്ന മനസ്സിലായി നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളെ അവർ മുൻപോട്ട് കൊണ്ടുവരാനേ അവർ ശ്രമിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്രൊഫഷണൽ രീതിയിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. അനാവശ്യമായിട്ടുള്ള ഗാംബ്ലിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. കാരണം അവർ ഈ പറയുന്ന 100 ടൈംസ് ഒക്കെ ലിവറേജ് തരുന്നത് ഒരു ട്രാപ്പാണ്. നിങ്ങളെ കൊണ്ട് അഡീഷണൽ ട്രേഡുകൾ എടുപ്പിക്കണം, അക്കൗണ്ടുകൾ വൈപ്പ് ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യൂ. അങ്ങനെ വരുന്ന സമയത്താണ് ഫേമിന് വീണ്ടും റിവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടാതിരിക്കുക. നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡർ ആകുക എന്നുള്ളതും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. ഓക്കെ. അപ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. 5K അക്കൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കറക്റ്റ് നല്ല പ്രൊഫഷണൽ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അവർ ബാക്കപ്പ് ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യും. അവർ പുതിയ ഓഫർ തരും. മേ ബി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നെക്സ്റ്റ് 5K അക്കൗണ്ട് വരെ 25 അക്കൗണ്ട് തരും. അതിന് മുൻപ് നിങ്ങളൊരു നല്ലൊരു ട്രേഡർ ആണെന്നുള്ളത്, ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. ഓക്കെ. സോ ഇതാണ് ഫണ്ടഡ് അക്കൗണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പം എപ്പിസോഡ് 2 ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ എന്തായാലും ചെയ്യണം. പിന്നെയുള്ളത് നമ്മുടെ ചാർട്ട് റീഡിങ്, എങ്ങനെ ചാർട്ട് റീഡിങ് ചെയ്യാം, ടെക്നിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യാം, റിപ്പീറ്റഡ് പാറ്റേൺസ് എക്സെട്ര. റൈറ്റ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ. താങ്ക് യു.